പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഞാനിങ്ങനെ കാന്താരി തൈകളൊക്കെ പാകുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് വലുതാകുന്നതനുസരിച്ച് സൈഡിൻ ട്രേയിലോട്ട് നടും. അടുത്ത ഘട്ടം അത് പേപ്പർ ഗ്ലാസ്സോ വേറെ ബ്ലാക്ക് കവർ ഇതുപോലത്തെ കവറിലോ ആക്കും. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കിളിച്ച് വരും, കുറച്ചൊക്കെ പോകും, എന്നാലും മിക്കതും കിളിച്ചൊക്കെ വരും. ഇതിപ്പോൾ ഇത്രയും ആയി, 1 മാസമാകണം ഇതിങ്ങനെ ഒന്ന് ആകി എടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനെടുത്ത പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവറുകളോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും കവർ കാണുമല്ലോ. ആ ചെറിയ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു മിശ്രിതം നിറച്ചിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. മിശ്രിതം എന്ന് പറയുമ്പോൾ ജൈവ കമ്പോസ്റ്റ്, ചാണകപ്പൊടി, അതുപോലെ സ്വല്പം ഏതെങ്കിലും ജൈവവളം, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ടു കൊടുക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രോത്തിനും അധികം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തെ വലിച്ചെടുക്കാനും ഒക്കെ ഈ പെർലൈറ്റിന് കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് വീട്ടിലൊരു സമയത്ത് നമുക്ക് ചെയ്താൽ നമുക്ക് അടുക്കളത്തോട്ടത്തിലേക്കുള്ള എല്ലാ സൈസ് പച്ചക്കറികളും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വലുതാകുന്നതനുസരിച്ച് നമുക്ക് നട്ടു കൊടുക്കാം. അത് പോകുമ്പോൾ അടുത്തത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ നല്ലൊരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇന്ന് രാവിലെ വെച്ചാൽ ഇപ്പം ഞാനത് റെഡിയാക്കിയതാണ്. ഇത്